നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ആലത്തൂർ മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDF പങ്ങാരപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തിനായി പങ്ങാരപ്പള്ളി സെന്ററിൽ വെച്ച് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. പുലാക്കോട് സെന്ററിൽ നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി പങ്ങാരപ്പള്ളി സെന്ററിൽ സമാപനം കുറിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യവാദികളായ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരോടും ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഇന്ന് കാണുന്നത് പോലെയെങ്കിലും നിലനിൽക്കാൻ കഴിയാവുന്ന രൂപത്തിലാകണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത് എന്ന് ചരിത്രം നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, 19 വർഷം പ്രായമുള്ള ലോകത്തിന്റെ ഭൂപടം എടുത്തു നോക്കിയാൽ അതിൽ ജനാധിപത്യപരമായ മതനിരപേക്ഷമായി നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പരമാധികാര രാഷ്ട്രങ്ങളിൽ ഒന്ന് അതാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ പിൽക്കാല ഇന്ത്യയിൽ ഏതാണ്ട് കഴിഞ്ഞ 10-74 വർഷമായി ജീവിക്കുന്നവർ ഇന്ത്യയിലെ പൗരന്മാരാണ്. ഞാൻ വരുന്ന പാലക്കാട് ജില്ലയിൽ നിന്നായാലും നിങ്ങളുടെ നാട്ടിലായാലും
ഇന്ത്യയുടെ ഭൂപ്രദേശത്തിന്റെ ഓരോ കോണിലും ഇന്ത്യയിലെ പൗരന്മാരായ മനുഷ്യൻ 75 വർഷത്തിനു മുമ്പ് ഇന്ത്യയിൽ പൗരനുണ്ടായിരുന്നില്ല, പ്രജയെ ഉണ്ടായിരുന്നുള്ളൂ. ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഓർത്തോളണം, 75 വയസ്സിന് മുമ്പ് ഈ രാജ്യത്തിനകത്ത് ജീവിച്ചിരുന്ന എന്റെയും നിങ്ങളുടെയും മുത്തശ്ശൻ, അവരുടെ പിതാമഹർ ജീവിച്ചത് ഏതെങ്കിലും ഒരു രാജാവിനോട്, രാജ്ഞിയോട് കൂറ് പുലർത്തുന്ന, വിധേയത്വം പുലർത്തുന്ന ഒരു പ്രജയായിട്ടാണ്. എങ്ങനെയാണ് പ്രജയിൽ നിന്ന് ഞാനും നിങ്ങളും ഇന്ന് ആത്മാഭിമാനമുള്ള പൗരന്മാരായി മാറിയത്? നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒടുവിൽ ഇന്ത്യ എന്ന ഭൂപടം ലോകത്തിന്റെ മുമ്പിൽ സ്വതന്ത്രമാക്കപ്പെട്ട ഒരു രാജ്യമായി നാം ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. 2 വർഷങ്ങൾക്ക് പുറം ആ സ്വതന്ത്ര ഭാരതത്തിന്റെ മണ്ണിൽ നമ്മളൊരു സ്വന്തമായ ഭരണഘടന ഉണ്ടാക്കുന്നു. ആ ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ എഴുതി വെക്കുന്നു, നമുക്ക് വേണ്ടി നാം സംവിധാനം ചെയ്ത് തയ്യാറെടുത്ത ആ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മൾ പറയുന്നു, ഈ രാജ്യത്തിലെ മനുഷ്യർ പൗരന്മാരാണ്. NCP ജോസ് അധ്യക്ഷത വഹിച്ചു. CPM പങ്ങാരപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ, നേതാക്കളായ അരുൺ കാളിയത്ത്, പ്രവീൺ, CPIM ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി നന്ദകുമാർ, ഏരിയ കമ്മിറ്റി അംഗം സജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ സാഹചര്യത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസം 26-ന് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ MP-മാർ വരാൻ പോകുന്ന പുതിയ സഖ്യത്തിൽ നിർണായക സ്വാധീനമുള്ളവരായി മാറേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് വിശേഷിച്ച് പറയേണ്ടതില്ല. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ മണ്ഡലവും വളരെ ശ്രദ്ധയോടുകൂടിയും ഗൗരവത്തോടും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള 2, 3, 4 ദിവസത്തെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവരായി ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് CC ന്യൂസ് ചേലക്കര.